ഒടുവിൽ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യ ആദ്യ ജയം നേടിയിരിക്കുകയാണ്. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും നാണം കെട്ടതിനു ശേഷം ഇപ്പോൾ ഇത് സിംബാബ്വേക്കെതിരായ ആദ്യ T20യിലാണ് ഇന്ത്യൻ ടീം ജയിച്ചിരിക്കുന്നത്. താങ്ക്സ് ടു വൈഭവ് സൂര്യവംശി ആൻഡ് മായങ്ക് യാദവ്. ഹരാരയിൽ നടന്ന ആദ്യ T20 മത്സരത്തിൽ സിംബാബ്വേക്കെതിരെ ആധികാരികമായിട്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെ വിജയം. വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും അതുപോലെ മായങ്ക് യാദവിൻ്റെ അതിവേഗത്തിലുള്ള തീപ്പൊരി വേഗതയുടെയും കരുത്തിലാണ് ഇന്ത്യ വിജയം നേടിയത്. സിംബാബ്വേക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് 126 റൺസായിരുന്നു വിജയലക്ഷ്യം. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ സിംബാബ്വേയെ 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ മായങ്ക് യാദവാണ് തകർത്തത്. പ്രിൻസ് യാദവിന് 2 വിക്കറ്റുകളുണ്ട്. 7 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായപ്പോൾ 34 പന്തിൽ 39 റൺസ് എടുത്ത വെസ്ലി മധവേരയാണ് ഈ ആതിഥേയരുടെ ടോപ്പ് സ്കോറായത്. റിയാൻ ബേൾ 35 പന്തിൽ 29 റൺസ് എടുത്തു. തദിവനാഷി മരുമാനിയും 20 പന്തിൽ 26 റൺസ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുകയുണ്ടായി. പേസർ അശോക് ശർമ്മ ഇന്ത്യൻ ജേഴ്സിയിൽ T20യിൽ അരങ്ങേറിയ മത്സരം കൂടിയായിരുന്നു ഇത്. മായങ്ക് യാദവിൻ്റെ തിരിച്ചെത്തൽ അതായിരുന്നു ഈ മത്സരത്തിൻ്റെ മറ്റൊരു സവിശേഷത. മത്സരത്തിൽ പവർ പ്ലേ പൂർത്തിയാവും മുമ്പ് തന്നെ സിംബാബ്വേക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ബ്രയാൻ ബെന്നറ്റിനെ 0-ന് മായങ്ക് യാദവ് മടക്കുന്നു. നമുക്കറിയാം ബ്രയാൻ ബെന്നറ്റ് ലോകകപ്പിൽ മികച്ച രീതിയിൽ സിംബാബ്വേക്കായി ഓപ്പണിംഗ് ബാറ്ററായി തിളങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന് ക്യാച്ച് നൽകിയായിരുന്നു 0-നായി അദ്ദേഹം മടങ്ങിയത്. തുടർച്ചയായി 150 കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിഞ്ഞ മായങ്ക് യാദവ് ആരാധകരെ ശരിക്കും വിസ്മയിപ്പിക്കുകയായിരുന്നു. മായങ്കിന്റെ അമിത വേഗതയ്ക്ക് മുന്നിൽ സിംബാബ്വേയുടെ മുൻനിര ബാറ്റർമാർ പതറുന്നതാണ് നമ്മൾ കണ്ടത്. മായങ്കിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയാനുണ്ട്. IPL മികച്ച വേഗം നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഫുള്ളി ഫിറ്റായിട്ടുള്ള മായങ്കിന്റെ വേഗം ലോക ക്രിക്കറ്റിലെ എലൈറ്റ് പേസർമാർക്കൊപ്പം തന്നെയാണ്. അങ്ങനെയുള്ള മായങ്ക് ഏറെ അപകടകാരിയാണ് എന്ന് തെളിയിച്ച മത്സരമായിരുന്നു ഇത്. പേസിനൊപ്പം ബൗൺസും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. T20യിൽ ഏറ്റവും വേഗത്തിൽ പന്തെറിഞ്ഞ ബോളേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ 4-മതാണ് മായങ്കിൻ്റെ സ്ഥാനം. ഈ ലിസ്റ്റിൽ ഷോൺ ടൈറ്റ് 157.7 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞ ഷോൺ ടൈറ്റാണ് ഒന്നാമതുള്ളത്. പിന്നെയുള്ളത് ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസനാണ്. 157.3 കിലോമീറ്റർ വേഗത്തിൽ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഉമ്രാൻ മാലിക്, ഇന്ത്യയുടെ തന്നെ കാശ്മീരിൽ നിന്നുള്ള പേസറാണ്. 157 കിലോമീറ്റർ വേഗതയിൽ അദ്ദേഹം പന്തെറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 156.7 കിലോമീറ്റർ വേഗതയിൽ എറിഞ്ഞ മായങ്കിൻ്റെ സ്ഥാനം. അതിന് താഴെ ആൻഡ്രിച്ച് നോർച്ചയും അതുപോലെ തന്നെ ഡെയിൽ സ്റ്റെയിനും കാഗിസോ റബാഡയും ഒക്കെ വരുന്നുണ്ട്. എ ഫുള്ളി ഫിറ്റ് മായങ്ക് യാദവ് കുഡ് ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ പേസർ എവർ എന്ന് തന്നെ പറയാം. സിംബാബ്വെ നിരയിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസയ്ക്ക് തിളങ്ങാൻ സാധിക്കാത്തത് അവർക്കടിയായി മാറി. സിക്കന്ദർ റാസയ്ക്ക് 4 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഈ മത്സരത്തിൽ. ബേൾ മധവേരെ സഖ്യം കൂട്ടിച്ചേർത്ത് 32 റൺസാണ് ആതിഥേയർക്ക് നേരിയ ആശ്വാസമെങ്കിലും നൽകിയത്. 14-ാം ഓവറിൽ ബേൾ മടങ്ങുന്നു. തുടർന്നാണ് മധവേര തദിവനാഷി മരുമാനി സഖ്യം 57 റൺസ് കൂട്ടിച്ചേർത്തുകൊണ്ട് സിംബാബ്വെ മാന്യമായ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ റൺ ചേസ് തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്വം ഇംഗ്ലണ്ടിൽ തിളങ്ങാൻ കഴിയാതിരുന്ന ബേബി യൂണിവേഴ്സൽ ബോസ് വൈഭവ് സൂര്യവംശി ഏറ്റെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ സിംബാബ്വെ ബോളർമാരെ കടന്നാക്രമിച്ച വൈഭവ് സൂര്യവംശി മൈതാനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മനോഹരമായ ഷോട്ടുകൾ പായിക്കുകയുണ്ടായി. ടീമിന് മികച്ച സ്കോർ സമ്മാനിക്കുന്നതിന് ഈ ഇന്നിംഗ്സ് നിർണായകമായി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി വൈഭവ് ഈ മത്സരത്തോടെ മാറുകയും ചെയ്തു. 15-കാരനായ വൈഭവ് സൂര്യവംശി സിംബാബ്വേക്കെതിരെ ആദ്യ T20 മത്സരത്തിൽ 18 പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഈ അർദ്ധ സെഞ്ചുറിയിൽ 4 വീതം സിക്സറുകളും 4 വീതം 4ഉം ഉൾപ്പെട്ടിരുന്നു. 15 വർഷവും അതുപോലെ 118 ദിവസവുമാണ് വൈഭവിൻ്റെ ഈ 50 നേടുമ്പോഴുള്ള പ്രായം. ICC മുഴുവൻ അംഗത്വമുള്ള ടീമുകളെ എടുത്താൽ അഫ്ഗാനിസ്ഥാൻ താരം റഹ്മാനുള്ള ഗുർബാസിൻ്റെ പേരിലായിരുന്നു ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. 2019-ൽ സിംബാബ്വേക്കെതിരെ ഗുർബാസ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ 17 വർഷവും 296 ദിവസവുമായിരുന്നു പ്രായം. അപ്പോൾ ആദ്യത്തെ T20 അന്താരാഷ്ട്ര അർദ്ധശതകം നേടുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന രീതിയിൽ 15 വയസ്സും 118 ദിവസവും പ്രായമുള്ളപ്പോൾ വൈഭവ് ഇപ്പോൾ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ലോകത്തുള്ള മൊത്തത്തിലുള്ള T20 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ 16 വയസ്സും 56 ദിവസവും പ്രായമുള്ളപ്പോൾ ജിബ്രാൾട്ടറിന്റെ താരമായ ലൂയിസ് ബ്രൂസ് ഇതേപോലെ തന്നെ 50 നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 16 വയസ്സും 76 ദിവസവും പ്രായമുള്ളപ്പോൾ കവിൻ ചന്ദ എന്ന ഇന്തോനേഷ്യൻ താരം ഇതിനു മുമ്പ് ഇതേപോലെ 50 നേടിയിട്ടുണ്ട്. 16 വയസ്സും 89 ദിവസവും പ്രായമുള്ളപ്പോൾ സിയറ ലിയോന്റെ അലൂസിൻ തുറേ ഇതുപോലെ ഗാനയ്ക്കെതിരെ 50 നേടിയിട്ടുണ്ട്. പിന്നെയുള്ളത് 16 വയസ്സും 118 ദിവസവും പ്രായമുള്ളപ്പോൾ ടെൻജിൻ റാഗ്ബെ എന്ന ഭൂട്ടാന്റെ താരവും ഇതേപോലെ 50 നേടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ നമുക്കറിയാം. ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേരുകളെ നമുക്കറിയുള്ളൂ. പക്ഷേ ക്രിക്കറ്റ് ഈ അടുത്ത കാലത്തായി T20 ക്രിക്കറ്റ് വന്നതോടെ മൊത്തത്തിൽ ആഗോളതലത്തിൽ തന്നെ ക്രിക്കറ്റ് ടീമുകൾ പല രാജ്യങ്ങളിലും ഉദയം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അതിനൊപ്പം വൈഭവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ സംശയിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഈ അതിവേഗ 50. നേരത്തെ IPL ഫോം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇംഗ്ലണ്ടിനെതിരെ കൊണ്ടുവരാൻ കഴിയാതിരുന്നപ്പോൾ ലോ സ്കോറുകളെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ 5-ാം T20യിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അന്ന് സങ്കടത്തോടെ ഒരു അറ്റത്ത്
ഇരിക്കുന്ന വൈഭവിൻ്റെ ചിത്രങ്ങൾ ചർച്ചയായിരുന്നു. അങ്ങനെ അതിനെ മാറ്റി എഴുതുന്നതായി വൈഭവിൻ്റെ ഈ ഇന്നിങ്സ്. ഈ 15 വയസ്സിൽ തന്നെ അദ്ദേഹം നേടിയ റെക്കോർഡുകളുടെ ലിസ്റ്റ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 15 വയസ്സിനുള്ളിൽ വൈഭവ് നേരത്തെ തന്നെ യങ്ങസ്റ്റ് സെഞ്ചുറിയൻ ഇൻ അണ്ടർ 19 ടെസ്റ്റ് എന്ന റെക്കോർഡ് നേടിയിട്ടുണ്ട്. IPL-ലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സെഞ്ചുറിയൻ എന്ന റെക്കോർഡ് നേടിയിട്ടുണ്ട്. യങ്ങസ്റ്റ് സെഞ്ചുറിയൻ ഇൻ T20s എന്ന റെക്കോർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ യങ്ങസ്റ്റ് സെഞ്ചുറിയൻ ഇൻ അണ്ടർ 19 ODIs, യങ്ങസ്റ്റ് സെഞ്ചുറിയൻ ഇൻ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, യങ്ങസ്റ്റ് സെഞ്ചുറിയൻ ഇൻ അണ്ടർ 19 വേൾഡ് കപ്സ് എന്നിങ്ങനെയൊക്കെയുള്ള റെക്കോർഡുകൾ ഈ 15 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം നേടിയിരുന്നു. ഇപ്പോഴിതാ ഈ റെക്കോർഡും അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യൻ വിജയം ശ്രേയസിന് ആശ്വസിക്കാൻ വക നൽകുന്ന വിജയമാണ്. ലോക ഫൈനൽ വിജയത്തിന് ശേഷം തുടർച്ചയായി 6 തോൽവികൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു കളി ജയിക്കുന്നത്. അയർലൻഡിനെതിരെ 2 മത്സരങ്ങളും ഇംഗ്ലണ്ടിനെതിരെ 4 കളികളും ഇന്ത്യ തോറ്റിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഒരു മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സിംബാബ്വെ എന്ന ഈ ടീമിനെതിരെ ഇന്ത്യ ഒരു വിജയം നേടിയിരിക്കുന്നത്. ശ്രേയസിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലുള്ള ആദ്യ വിജയം.